ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരു നമഃശിവായ മന്ത്രം, ഓം നമഃശിവായ എന്ന മന്ത്രം, അതല്ലെങ്കിൽ ഓം ശരവണായ ഭവ, അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഒക്കെ നമ്മൾ 108 തവണ ജപിക്കാൻ പറയും. അതല്ലെങ്കിൽ 21 തവണ, 7 തവണ, അല്ലെങ്കിൽ 108 തവണ ഒക്കെ ജപിക്കാൻ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 108 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്? അതുപോലെ നമ്മുടെ ജപമാലയിൽ 108 മുത്തുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മാല ജപിച്ച് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രാർത്ഥന 108 തവണ പ്രാർത്ഥിക്കും. ഈ 108 എന്താണ് ഇത്രയും പ്രാധാന്യം? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയും ഊർജ കേന്ദ്രങ്ങളുണ്ട്, ഊർജങ്ങൾ സന്ധിക്കുന്ന കേന്ദ്രങ്ങൾ. അതിനെ നമ്മൾ സാധാരണയായിട്ട് ചക്രങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ 114 ചക്രങ്ങളുണ്ട്. അതിൽ 2 ശരീരത്തിന് പുറത്താണ്, ശരീരത്തിനകത്ത് 112 ചക്രങ്ങളാണ് ഉള്ളത്. അതിൽ 4 നമ്മളെ കൊണ്ട് ഉത്തേജിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിൽ ഊർജം നിറയ്ക്കാൻ 4 കഴിയില്ല. ബാക്കിയുള്ളത് 108 ഈ 108 ചക്രങ്ങളെ നമുക്ക് നിരന്തരമായ നമ്മുടെ പ്രവർത്തന ഫലമായി ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് കഴിയും. അതിൽ തന്നെ ഈ 108 തന്നെ പ്രധാനപ്പെട്ട 7 ചക്രങ്ങളാണ് ഉള്ളത്. ആ 7 ചക്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപുര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം. ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ വിശദീകരിക്കാം. കാരണം ഓരോന്നിൻ്റെയും സ്ഥാനം എവിടെയാണ്, അതെങ്ങനെയാണ് ഉത്തേജിപ്പിക്കുന്നത്, ഉത്തേജിപ്പിച്ചാൽ എന്താണ് നമുക്ക് ഫലമുണ്ടാകുന്നത് എന്നതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഞാനിടാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്, കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 108 നമ്മുടെ നിരന്തരമായ ഫലം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് പറ്റും. ഇതുകൂടാതെ നമ്മളെപ്പോഴും പറയും ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ഇവയൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഈ വാവയ്ക്ക് എടുക്കുന്ന സമയത്ത് ചില മനുഷ്യർക്ക് വലിവ് കൂടുന്നതും, ഇല്ലേ, ആസ്മയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ശ്വാസമുട്ടലൊക്കെ വർദ്ധിക്കും വാവയ്ക്ക് എടുക്കുന്ന സമയത്ത്. അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ മാറ്റങ്ങളൊക്കെ ചില ആളുകളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ബാധിക്കും, ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ ബാധിക്കും. ഇങ്ങനെ നമ്മൾ പറയും, അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അവയുടെ ചലനങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഭൂമിയുടെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യൻ്റെ വ്യാസം. ഇനി സൂര്യൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ഭൂമിയുടെ ഭ്രമണപഥം വിഭജിക്കപ്പെടുന്നതും 108 എണ്ണമായിട്ടാണ്. ഇതുകൂടാതെ നക്ഷത്രങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമുണ്ട് 108ൻ്റെ ഭാഗമായിട്ട്. അതും കൂടെ ഇപ്പോൾ ഉടനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതൊരു കണക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഭൂമിയുടെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യൻ്റെ വ്യാസം. അതുപോലെ സൂര്യൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ഭൂമിയുടെ ഭ്രമണപഥം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് 108 എണ്ണമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 108ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിവർന്നിരുന്നിട്ട്, അതായത് നമ്മുടെ നട്ടലിലൊക്കെ നിവർത്തി വെച്ചിട്ട് നിവർന്നിരുന്ന് നമ്മൾ ചമ്രം മണഞ്ഞ് ഇരുന്നു കൊണ്ട് നമ്മൾ 108 തവണ ഈ ജപമാല ഉപയോഗിച്ച് നമ്മൾ ജപിക്കുമ്പോൾ, അതല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ കണ്ണടച്ച് ആ 108 തവണ നമ്മുടെ ഈ മന്ത്രങ്ങളൊക്കെ നിവർന്നിരുന്നു കൊണ്ട് ജപിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെയധികം മാറ്റമുണ്ടാകുമെന്നും ആസ്മ പോലുള്ളത്, അതല്ലെങ്കിൽ ഈ വിറയൽ, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ല ഒരു പരിഹാര മാർഗമാണ് നിങ്ങൾ ജപിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. ഒരല്പം ഉച്ചത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടല്ല, നമ്മൾ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മളൊരു 108 തവണ വെച്ച്, അല്ലെങ്കിൽ 21 തവണ, 7 തവണ, ചിലപ്പോൾ നമുക്ക് ഒറ്റ ഇരിപ്പിലൊന്നും 108 തവണ ജപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 7 തവണ ജപിക്കാം. അതിനുശേഷം അത് 21 ആക്കാം. അപ്പോൾ 7ൻ്റെ 3 മടങ്ങ് 7 3 21, അങ്ങനെ കുറേശ്ശെ കൂട്ടിയിട്ടായാലും നിങ്ങൾ അങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ പല പ്രശ്നങ്ങൾക്കും പല രോഗങ്ങൾക്കും തന്നെ അതിനൊരു പ്രതിവിധിയാണ്. ഈ രോഗങ്ങളും ഇങ്ങനെയുള്ള അസ്വസ്ഥതകളും മാറുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ബുദ്ധിക്ക് ഉണർവുണ്ടാകും, നമ്മളുടെ ചിന്തകൾ ശരിയായി വരും, നമ്മുടെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയുണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ തൊഴിലെടുക്കും, നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മറ്റു പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി പരിഹരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ജപം അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങൾ മുടക്കാതിരിക്കുക. ആ 108ൻ്റെ പ്രാധാന്യം ഇതാണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഏതൊരു കാര്യവും 108 തവണ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫലം നമുക്ക് ഉണ്ടാകും. അതുപോലെ കുറേശ്ശെ നിങ്ങൾ ചമ്രം മണഞ്ഞിരുന്ന് ശീലിക്കുക. ഇപ്പം താഴെ ചമ്രം മണഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരാളുടെ സഹായത്തോടെ കൂടി മാത്രമേ എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ കുറേ നാളായി കാണും അങ്ങനെയൊക്കെ ഇരുന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കട്ടിലയിൽ ചെറുതായിട്ട് ചമ്രം മണഞ്ഞിരുന്ന് ശീലിക്കുക. കട്ടിലയിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു 3 തവണ നമ്മളൊന്ന്, ഒട്ടും വയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു 3 തവണ നിങ്ങൾക്കൊന്ന് ചമ്രം മണഞ്ഞ് നിങ്ങളുടെ കട്ടിലയിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം കാല് നിവർത്തി വെക്കാം. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾക്കൊരു 7 തവണ ചമ്രം മണഞ്ഞിരുന്ന് നിങ്ങൾക്ക് കട്ടിലയിലിരുന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ 11 21 ഒക്കെ ആയിട്ട് കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ നിങ്ങളുടെ മുട്ടിനൊക്കെ ഒരു നല്ല വഴക്കം ഉണ്ടാകും. അപ്പോൾ താഴെ ഇരിക്കുമ്പോഴാണ് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾ കട്ടിലയിലിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ പതിയെ കാല് നിവർത്തി വെച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റും. തീരെ വയ്യാത്തവർ ചെയ്യരുത്, മുട്ട ഒട്ടും മടക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞവരാരും ചെന്ന്, അങ്ങനത്തെ പ്രശ്നമുള്ളവർ നമുക്കറിയത്തില്ലല്ലോ. ഇപ്പം ഞാനിത് പറയുന്നു, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും. അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറേ നാളുകളായി താഴെയൊന്നും വിരിക്കുന്നില്ല, എല്ലാവരും ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ കസേരയിലിരുന്ന് ശീലിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറേശ്ശെ അങ്ങനെ ഇരുന്ന് ഒന്ന് ശീലിച്ച് നോക്കണം. അങ്ങനെ ശീലിച്ച് നോക്കി നിങ്ങൾ ചെറുതായിട്ട് പ്രാർത്ഥിക്കണം. അസുഖമുള്ളവരൊന്നും ചെയ്യല്ലേ, ഞാനങ്ങനെ പറഞ്ഞോന്നും പറഞ്ഞ് ചെയ്ത് നിങ്ങൾ അസുഖത്തിലേക്കൊന്നും വരരുത്. ചെറുതായിട്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഇരുന്ന് കുറേശ്ശെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെറിയ എക്സസൈസുകളിലൂടെ നിങ്ങളുടെ പല അസുഖങ്ങളും മാറും. ഡോക്ടറോട് ചോദിച്ചിട്ടേ ഇരിക്കാവൂ കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചാടിക്കയറിയൊന്നും ഇരിക്കരുത്. താഴെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അതല്ല, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ താഴെ ഇരുത്തി തന്നെ ശീലിപ്പിക്കണം. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാ ഇട്ടിരുത്തണം. ഒരിക്കലും വെറും തറയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. ഒരു പാ വിരിച്ചിട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. പ്ലാസ്റ്റിക് പായൊന്നും മേടിച്ചു കൊടുക്കണ്ട, അല്ലാതെ പുൽപ്പായോ അതല്ലെങ്കിൽ തഴപ്പായോ ഒക്കെ കിട്ടും. ആ പാ മേടിച്ചു കൊടുത്ത് ആ പായിലിരുത്തി കുട്ടികളെ ശീലിപ്പിക്കുക. ഇച്ചിരി മുതിർന്നവരായാലും അങ്ങനെ ഇരിക്കുക. തീരെ വയ്യാത്തവർ കട്ടിലയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം കസേരയിലിരുന്ന് നിങ്ങൾ ജപിക്കുന്നത് പോലെ കട്ടിലയിലിരുന്നിട്ട് പതിയനെ ഒന്ന് കാല് ചമ്രം മണഞ്ഞൊക്കെ ഇരുന്ന് നോക്കുക, പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട. അപ്പം 108ൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇതാണ് 108ൻ്റെ പ്രാധാന്യം. അപ്പോൾ 108 തവണ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനാണ് ഉണർവുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ 7 ചക്രങ്ങൾ, മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം, ഓരോരോ ചക്രങ്ങളായിട്ട്. എന്താണ് അതിൻ്റെ ഫലങ്ങൾ, ആ ഓരോ ചക്രങ്ങളെയും ഉത്തേജിപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യപരവും ബുദ്ധിപരവും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം.
ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ ആ ഭീഷ്മരുടെ കഥ ഇട്ടിരുന്നു, കുറച്ച് ആളുകളെ അത് കണ്ടുള്ളൂ. നല്ല കഥയാണ്. മഹാഭാരതത്തിൽ അംബയുടെ പ്രതികാരമാണ്. അങ്ങനെ ഒരു കഥാപാത്രം ജനിച്ചില്ലായിരുന്നെങ്കിൽ പാണ്ഡവരൊരിക്കലും രാജ്യസിംഹാസനത്തിലേക്ക് വരികയില്ലായിരുന്നു, യുദ്ധം ജയിക്കുകയില്ലായിരുന്നു പാണ്ഡവർ. കാരണം അത്രയും ശക്തിശാലിയായി ഭീഷ്മ പിതാമഹൻ കൗരവ സൈന്യത്തെ സംരക്ഷിച്ചു പോന്നേനെ. നിങ്ങളെല്ലാവരും ആ കഥ പോയി കേൾക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.